Who were the people Lord saved from Egypt? ഈജിപ്തിൽ നിന്ന് യഹോവ രക്ഷിച്ച ജനതയുടെ പേരെന്ത്? സൺഡേ സ്കൂൾ കുട്ടികളുടെ ഉത്തരനിർണയത്തിനിടയിലാണ് ഈ ചോദ്യം എന്നിൽ ചില സംശയങ്ങൾ ഉയർത്തിയത്. എബ്രായൻ, ഇസ്രയേലിയൻ, യഹൂദ്യൻ മാറി മാറി നാം ഉപയോഗിക്കാറുള്ള ഈ വാക്കുകൾ ഒന്നു തന്നെയോ? ഏതായാലും കുട്ടികൾക്ക് ഇതിലേതെഴുതിയാലും മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ മൂന്ന് വാക്കും ഒന്നു തന്നെയാണോ? ഒന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി 14-13 വാക്യത്തിലാണ് എബ്രായൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച് കാണുന്നത്. അതായത് അബ്രഹാമിനെയും സന്തതി പരമ്പരയും എബ്രായർ എന്ന് മറ്റുള്ളവർ വിളിച്ചിരുന്നു. എബ്രായൻ എന്ന പേര് എങ്ങനെ വന്നു എന്നതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഇന്ന് അറിയപ്പെടുന്നത് പോലെ എബ്രായർ ഒരു രാജ്യമായി അല്ല, മറിച്ച് അബ്രഹാം എന്ന ഒരു വ്യക്തിയെ കുറിക്കാനായി ഈ വാക്ക് ഉപയോഗിച്ചതായി വേണം കരുതാൻ. കൽദേരുടെ ദേശമായ ഊർ എന്ന ദേശത്തു നിന്ന് യൂഫ്രട്ടീസ് നദി കടന്നു വന്നവൻ എന്ന അർത്ഥത്തിൽ അക്കരക്കാരൻ എന്ന് മാത്രമായിരുന്നു എബ്രായൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട വാദഗതി. ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് യാക്കോബിന്റെ പേര് ദൈവം ഇസ്രയേൽ എന്നാക്കി മാറ്റി എന്ന് ഉൽപ്പത്തി 32 പറഞ്ഞിരിക്കുന്നു. യാക്കോബിന്റെ മക്കളായ 12 ഗോത്രങ്ങളെ പിന്നീട് നൂറ്റാണ്ടുകളായി ഇസ്രയേലിയർ എന്ന് പറഞ്ഞു വന്നിരുന്നു. 12 ട്രൈബ്സ് ഓഫ് ഇസ്രയേൽ വളരെ ചിരപരിചിതമായ കാര്യമായതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. പക്ഷേ യഹൂദൻ എന്ന നാമം എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ യോർദാൻ കടക്കാൻ ശ്രമിച്ചപ്പോൾ ആടുമാടുകളെ മേയ്ക്കാൻ പറ്റിയ സ്ഥലമെന്ന് കണ്ട് യോർദാൻ ഇക്കരെ താമസമാക്കിയ രൂബേന്യരെയും ഗാദിരെയും പറ്റി നാം സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ കനാൻ ദേശത്തിന്റെ തെക്ക് ഭാഗത്ത് താമസമാക്കിയ 2 ഗോത്രങ്ങളായിരുന്നു യഹൂദയും ശിമിയോനും. ഇവരെ യഹൂദ എന്നും ദേശത്തിന്റെ വടക്കു ഭാഗത്തായി താമസമാക്കിയ മറ്റ് 2 ഗോത്രങ്ങളെ ഇസ്രയേൽ എന്നും വിളിച്ചിരുന്നു. ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ വളരെ കാലമായി അസ്വാരസ്യം നിലനിന്നിരുന്നു. ശലോമോൻ രാജാവിന്റെ കാലത്ത് ജനങ്ങളുടെ മേൽ വലിയ നികുതി ഭാരം ചുമത്തിയിരുന്നു. പിന്നീട് രാജാവായ ശലോമന്റെ മകനായ രെഹോബെയാം ഈ നികുതി ഭാരം കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണ് ചെയ്തത്. രെഹോബെയാമിനോട് എതിർത്തു നിന്ന 10 ഇസ്രയേൽ ഗോത്രങ്ങൾ നെബോത്തിന്റെ മകനായ യെരോബെയാമിന്റെ ഭരണത്തിന് കീഴിൽ അണിനിരന്നു. ഈ 2 രാജ്യങ്ങളും പിന്നീട് അശൂർ രാജാവിൻ്റെയും ബാബേൽ രാജാവിൻ്റെയും ആക്രമണത്തിൽ പിടിക്കപ്പെടുകയും ജനങ്ങൾ അടിമകളാക്കപ്പെടുകയും ചെയ്തു. ഇവരെ പൊതുവായി യഹൂദരെന്ന് മറ്റുള്ളവർ വിളിക്കുകയാണ് ഉണ്ടായത്. പുതിയ നിയമത്തിലും യഹൂദൻ, ഇസ്രയേൽ എന്നീ വാക്കുകൾ ഈ 12 ഗോത്രങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹ പലയിടങ്ങളിലായി താനും ഒരു പരീശനായ യഹൂദനാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ യഹൂദ പാരമ്പര്യം അവകാശപ്പെടുന്ന പൗലോസ്ലീഹ എങ്ങനെ ഇസ്രയേൽ ദേശങ്ങൾ ഒന്നുമല്ലാത്ത തർസൂസിൽ ജനിച്ചു എന്നത് നമ്മെ ചിന്തിപ്പിച്ചേക്കാം. മേൽപ്പറഞ്ഞതുപോലെ അശൂർ രാജാവിൻ്റെയും ബാബേൽ രാജാവിൻ്റെയും കാലത്ത് ചിതറിപ്പോയ പാർത്ത യഹൂദന്മാരുടെ തലമുറക്കാരിൽ ഒരാളായിരുന്നു പൗലോസ്ലീഹ എന്ന് വേണം അനുമാനിക്കുവാൻ. ചുരുക്കത്തിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളെ മൊത്തമായും എബ്രായരെന്നും യാക്കോബിന്റെ മക്കളായ 12 ഗോത്രങ്ങളെ ഇസ്രയേൽ എന്നും യഹൂദ ഗോത്രത്തെ പ്രത്യേകിച്ചും എല്ലാ ഗോത്രങ്ങളെയും പൊതുവായും യഹൂദരെന്നും വിളിക്കപ്പെടുന്നു. എന്നാൽ ഗലാത്യർ 6:16 പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഇസ്രയേൽ യഹൂദരും ജാതികളും ഉൾപ്പെടുന്ന എല്ലാ ക്രിസ്തുവിശ്വാസികളും ഉൾപ്പെട്ട ആത്മീയ ഇസ്രയേലാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ.